തനിക്കെതിരെ പുറത്തുവന്ന പുതിയ ശബ്ദരേഖയിൽ വ്യക്തമായ ഉത്തരം നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ തയ്യാറായില്ല. മാധ്യമങ്ങളാണ് ഓഡിയോ പുറത്തുവിടുന്നത്. തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയിലാണ്. മാധ്യമ കോടതിയിൽ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നായിരുന്നു രാഹുലിന്റെ ആ മറുപടി. അത് കേൾക്കാതെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ആ അന്വേഷണം നടക്കുകയല്ലേ? അല്ല, ആ അന്വേഷണം നടക്കുകയല്ലേ സഹോദര? നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളിത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെയോട് ചോദിക്കുന്നില്ല, ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നില്ല? അതിന്റെ ആ ചോദ്യത്തിന്റെ അതാണോ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. ഈ വാർത്തയുടെ നിർണായക വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തൊരു തൊലിക്കെട്ടിയാണ്, എന്തൊരു കോൺഫിഡൻസ് ആണ്! അതായത് ഇദ്ദേഹത്തിനെതിരെ ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിട്ടും ഇത് നിഷേധിക്കുകയാണ്, ഈ കുറ്റം ഏറ്റെടുക്കുന്നില്ല, ഒറ്റ വാക്കിൽ ഇത് നിഷേധിക്കുകയാണ്. ഒരു കുഞ്ഞിനെ നശിപ്പിച്ച, ഒരു പെൺകുട്ടിയെ സാമൂഹികമായും ശാരീരികമായും മാനസികമായും തകർത്ത ഒരു ജനപ്രതിനിധി ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വിലസി നടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം വിലസി നടക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ പെൺകുട്ടി എന്തൊക്കെ തെളിവുകൾ സഹിതമാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? അരുൺ, തീർച്ചയായിട്ടും പോലീസിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഈ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നമ്മൾ രാഹുലിനോട് കൃത്യമായിട്ട് തന്നെ പ്രതികരണം ചോദിക്കുന്നു. പോലീസ് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ വരെ കഴിയുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന് വേണമെങ്കിൽ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാമെന്നിരിക്കെ അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി രാഹുലിനോട് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോലീസ് കേസെടുക്കട്ടെ, പോലീസ് വേണമെങ്കിൽ തെളിയിക്കട്ടെ എന്ന തരത്തിൽ പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് വന്നിരിക്കുന്ന ഈ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശം, ആ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായിട്ട് തന്നെ ഒരു പെൺകുട്ടിയോട് വളരെ മോശമായ അസഭ്യ പദപ്രയോഗങ്ങൾ രാഹുൽ നടത്തുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് ഈ ഓഡിയോയിൽ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായിട്ട് തന്നെ രാഹുലാണ് ഇത്തരത്തിലൊരു ഗർഭധാരണത്തിനും മറ്റുമൊക്കെ ആ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓഡിയോയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, രാജ്യത്തെ ഈ നിർബന്ധിത ഗർഭചിത്രം എന്നുള്ളത് നിയമപരമായിട്ട് വളരെ ക്രൈമാണ് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് ഒരു പെൺകുട്ടിയോടാണെങ്കിലും ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് നടത്തുന്നുണ്ടെങ്കിൽ അത് വലിയ ക്രൈമാണ് എന്നുള്ള നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും നിരവധി ഓഡിയോ സന്ദേശങ്ങൾ, ഓഡിയോ ക്ലിപ്പുകൾ ഒക്കെ രാഹുലിൻ്റെതായി പുറത്തു വന്നിരുന്നു. പക്ഷേ അന്നൊക്കെ രാഹുലിൻ്റെതായി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളും മറ്റുമൊക്കെ വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ അരുൺ, ആ പെൺകുട്ടി പറയുന്നുണ്ട് ഗർഭനിരോധന ഗുളികകൾ സ്വീകരിക്കാം. അപ്പോഴും അദ്ദേഹം പറയുന്നത് തനിക്കൊരു കുഞ്ഞിനെ വേണം. ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ഗർഭം ഉണ്ടാക്കിയതിനു ശേഷം ഗർഭം നിർബന്ധിപ്പിച്ച് അലസിപ്പിക്കുന്ന ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ജീവൻ വരെ നഷ്ടമാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഓഡിയോ സന്ദേശത്തിൽ ആ പെൺകുട്ടിയോട് ഇത്തരത്തിൽ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് അതിനെ നിർബന്ധിക്കുന്നതും രാഹുൽ തന്നെയാണ്. അതിനുശേഷം അതിനെ കൊന്നുകളയണം എന്ന് പറയുന്നതും രാഹുൽ തന്നെയാണ്. ഏതായാലും ആ പെൺകുട്ടി പറയുന്നുണ്ട്, തന്നെ എന്തിനാണ് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്, തൻ്റെ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും ആ പെൺകുട്ടിയോട് വളരെ മോശമായ അസഭ്യ പദപ്രയോഗങ്ങൾ ഉൾപ്പെടെയാണ് രാഹുൽ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ വിഷയത്തിൽ നേരത്തെ സംസാരിച്ച് ഈ കൃഷ്ണദാസ് പറഞ്ഞതുപോലെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഇതിൽ സ്വമേധയാ കേസെടുക്കണം. അതായത് ഇത്തരം ഒരു കാര്യം, ഇതൊരു ക്രൈം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് വേണ്ടത്. പക്ഷേ പോലീസ് ഇവിടെ അത്തരം നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, നേരത്തെ ഇതേപോലെ രാഹുലിൻ്റെ ഓഡിയോ ക്ലിപ്പുകളും മറ്റുമൊക്കെ പുറത്തു വന്ന സമയത്ത് ഈ ഡിവൈഎഫ്ഐയും CPM ഒക്കെ അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അവർ അതിൽ നിന്നും മുഴുവനായിട്ട് പുറകോട്ട് പോയി എന്ന് മാത്രമല്ല, പിന്നീട് വിവിധ പരിപാടികളിൽ സർക്കാർ
സർക്കാരിൻ്റെ പരിപാടിയിൽ തന്നെ രാഹുലിനെ പങ്കെടുപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മന്ത്രി MP രാജേഷ് ആണെങ്കിലും അതല്ലെങ്കിൽ മന്ത്രി കൃഷ്ണൻകുട്ടി ആണെങ്കിലും അതുപോലെ രാഹുലിനെതിരെ വലിയ രീതിയിൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്ന ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി ആണെങ്കിലും ഒക്കെ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെ സർക്കാരും പോലീസും ഇതിൽ എത്രത്തോളം അത്തരം നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. ഏതായാലും ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ ഓഡിയോ അത് വളരെ പ്രധാന. ഇദ്ദേഹം നേരത്തെ പ്രതികരിച്ചപ്പോൾ മാധ്യമ പ്രവർത്തനം ഇതല്ല എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ മേൽ ആക്രോശിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹം നമ്മളെ ആരെയും മാധ്യമ പ്രവർത്തനം പഠിക്കണം. ഇദ്ദേഹം ശരിയായൊരു മനുഷ്യനായി സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ തന്നെ ഈ സമൂഹത്തിലെ പകുതി പ്രശ്നങ്ങളും പെൺകുട്ടികളുടെ പകുതി പ്രശ്നങ്ങളും തീരും. അല്ലേ അരുൺ? തീർച്ചയായിട്ടും നമ്മളെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാൻ നോക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട്, അതായത് മാധ്യമങ്ങൾക്കെതിരെ ഇന്നിപ്പോൾ മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ ആദ്യ അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ പഴിക്കുകയാണ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ നമ്മൾ ജനം TV തന്നെ എടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് പിന്നെ മാധ്യമങ്ങൾക്കെതിരെ ഡിഫമേഷൻ കൊടുക്കാത്തത്. 1-2 ഓഡിയോ അല്ലല്ലോ പുറത്ത് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എത്ര ഓഡിയോകളായി പുറത്തു വരുന്നു, എത്ര വാട്സപ്പ് ചാറ്റുകളായി, മെസ്സേജുകളായി ഒക്കെ ഇത്തരത്തിലുള്ള അസഭ്യ ചാറ്റുകളും മറ്റുമൊക്കെ പുറത്തു വരുന്നു. ഇങ്ങനെ നിരന്തരം ഓരോന്നും പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് അപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ, ഇത് തൻ്റേതല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ ഡിഫമേഷന് കേസ് കൊടുക്കുന്നില്ല? 3 മാസമായി ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയാൻ രാഹുലിന് കഴിയുന്നില്ല എന്നുള്ളത്. അത് ഞാൻ സമയമാകുമ്പോൾ ചെയ്തോളാം എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും കൃത്യമായ ഉത്തരം ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ല, ഒഴിഞ്ഞു മാറുന്നു, ഉരുണ്ട് കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ കാണാനായത്. അതേസമയം തന്നെ പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ ഗൗരവപരമായ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് കടക്കാത്തത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതൊരു ക്രൈമാണ്. അതായത് കൃത്യമായിട്ട് തന്നെ നേരത്തെ സംസാരിച്ച ഈ കൃഷ്ണദാസും പ്രശാന്ത് ശിവനൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു കേവലം ഒരു പെൺകുട്ടി ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കേണ്ട വിഷയമല്ല. അത് കൃത്യമായൊരു ക്രൈമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിയമ സംഹിതകളിൽ ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്ന മറ്റൊരു ചോദ്യം എന്നുള്ളതാണ്. അതേസമയം തന്നെ കോൺഗ്രസ് കൃത്യമായിട്ട് ഇതിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയാണ്. അതായത് രാഹുൽ പാലക്കാട്ടേക്ക് തിരികെ എത്തിയതിനു ശേഷം പാർട്ടി യോഗങ്ങളിലൊന്നും പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും രാഹുൽ പങ്കെടുക്കുന്നു, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി നടക്കുന്നു. അങ്ങനെ രാഹുൽ തൻ്റെ ഇമേജ് ശരിയാക്കുന്നതിന് തീർച്ചയായും അരുൺ, അത് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. മുഖം മിനുക്കാൻ അദ്ദേഹം അങ്ങേയറ്റം പെടാപ്പാട് പെടുന്നുണ്ട് അരുൺ. അപ്പോഴും ആ പെൺകുട്ടിക്ക് നീതി അവിടെ നിഷേധിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും രാഹുലിൻ്റെ നവമാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും സൈബർ കോൺഗ്രസ് അണികൾ വലിയ പിന്തുണയുമായിട്ട് രാഹുലിനെ ഇത്തരത്തിൽ വളരെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തിട്ടും ആ ഒരു വ്യക്തിക്ക് വലിയ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നത്. മറുവശത്ത് ഈ കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വലിയ പിന്തുണ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ DCC അധ്യക്ഷനോടും അതുപോലെ തന്നെ പാലക്കാട്ടെ MP ആയ VK ശ്രീകണ്ഠനോടും ഉൾപ്പെടെ ഈ വിഷയങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും രാഹുലിനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് അവരൊക്കെ ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത് എന്നറിയേണ്ടതുണ്ട്. ഇപ്പോൾ DCC ഓഫീസിലാണ് ഞാൻ നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വിഷയത്തിൽ DCC അധ്യക്ഷൻ ഉൾപ്പെടെ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ അവരെ പ്രതിരോധത്തിലാക്കും. വരും മണിക്കൂറുകളിൽ അവരുടെയൊക്കെ പ്രതികരണം തേടണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു.